സ്നേഹിതരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ. ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ വചനവായനാ പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസെൻഷൻ. ഞാൻ ഡാനിയലച്ചൻ. വചനത്തിലൂടെ ദൈവസ്വരം ശ്രവിക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ മനോഹരമായൊരു യാത്രയ്ക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള 73 ഗ്രന്ഥങ്ങളിലായി പരന്നു കിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റപ്രമേയമായി മനസ്സിലാക്കാൻ ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈംലൈൻ എന്ന വായനാ സഹായി നാം ഉപയോഗിക്കുന്നു. BIYindia.com/മലയാളം എന്ന ലിങ്കിൽ ഈ വായനാ സഹായി ലഭ്യമാണ്. ഇന്ന് ദിവസം 132. ഇന്നത്തെ വചന വായനയുടെ ഭാഗങ്ങൾ: 2 സാമുവേൽ അധ്യായം 14, 1 ദിനവൃത്താന്തം അധ്യായം 18, സങ്കീർത്തനങ്ങൾ 14. നാം വായനയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നത് POC മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനമാണ്. വചനം വായിച്ചു തുടങ്ങുന്നു. ഓർക്കുക, നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു. 2 സാമുവേൽ അധ്യായം 14. അബ്സലോമിന് വേണ്ടി യോവാബ് ഇടപെടുന്നു. രാജാവിൻ്റെ ഹൃദയം അബ്സലോമിലേക്ക് ചാഞ്ഞിരിക്കുന്നുവെന്ന് സെരൂയായുടെ മകൻ യോവാബ് ഗ്രഹിച്ചു. അവൻ തെക്കോവായിലേക്ക് ആളയച്ച് ബുദ്ധിസാമർഥ്യമുള്ള ഒരു സ്ത്രീയെ വരുത്തി. അവൻ അവളോട് പറഞ്ഞു, നീ ഒരു വിലാപക്കാരിയായി നടിക്കുക, വിലാപ വസ്ത്രം ധരിക്കുക, തൈലം പൂശരുത്. അങ്ങനെ മരിച്ചവനെക്കുറിച്ച് കുറേ ദിവസങ്ങളായി വിലപിക്കുന്ന ഒരു സ്ത്രീയെപ്പോലെയാകുക. എന്നിട്ട് രാജാവിൻ്റെ പക്കൽ ചെന്ന് എൻ്റെ വാക്ക് തന്നെ നീ അവനോട് സംസാരിക്കണം. പിന്നെ അവൾ പറയേണ്ടവ യോവാബ് വിവരിച്ചു കൊടുത്തു. തെക്കോവാക്കാരി നിലംപറ്റ മുഖം ചേർത്ത് വീണ് രാജാവിനെ വണങ്ങി. അവനോട് ഉണർത്തിച്ചുകൊണ്ട് പറഞ്ഞു, രാജാവെ രക്ഷിക്കണമേ. നിനക്കെന്താണ്? രാജാവ് ചോദിച്ചു. അവൾ പറഞ്ഞു, ഞാൻ സത്യമായും ഒരു വിധവയത്രേ. എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. അങ്ങയുടെ പരിചാരികയ്ക്ക് 2 പുത്രന്മാരുണ്ടായിരുന്നു. അവർ ഇരുവരും വയലിൽ വെച്ച് വഴക്കിട്ടു. അവർക്കിടയിൽ അനുരഞ്ജകനില്ലാതെയും പോയി. ഒരുവൻ മറ്റവനെ പ്രഹരിച്ചു, അവനെ കൊന്നു. ഇപ്പോഴോ കുടുംബം മുഴുവൻ അങ്ങയുടെ പരിചാരികയ്ക്കെതിരെ എഴുന്നേറ്റിരിക്കുന്നു. അവർ പറയുകയാണ്, സോദരഘാതകനെ വിട്ടുതരിക. അവൻ നിഹനിച്ച അവൻ്റെ സഹോദരൻ്റെ ജീവന് പകരം അവനെ ഞങ്ങൾ കൊന്ന് ആ അവകാശിയെ കൂടി ഞങ്ങൾ നശിപ്പിക്കട്ടെ. എൻ്റെ ഭർത്താവിന് പേരും ഒരു പിൻഗാമിയും ഭൂമുഖത്ത് ഉണ്ടാകാതിരിക്കും വിധം എൻ്റെ ശേഷിച്ചിരിക്കുന്ന കന്നൽ അവർക്കെടുത്തും. അപ്പോൾ രാജാവ് ആ സ്ത്രീയോട് പറഞ്ഞു, നീ നിൻ്റെ വീട്ടിലേക്ക് പോവുക. നിന്റെ കാര്യത്തിൽ ഞാൻ നിർദ്ദേശം കൊടുത്തുകൊള്ളാം. തെക്കോവാക്കാരി രാജാവിനോട് പറഞ്ഞു, എൻ്റെ യജമാനനായ രാജാവേ, കുറ്റം എൻ്റെ മേലും എൻ്റെ പിതൃഗ്രഹത്തിൻ്റെ മേലും ഇരിക്കട്ടെ. രാജാവും സിംഹാസനവും കുറ്റമറ്റതായിരിക്കട്ടെ. രാജാവ് പറഞ്ഞു, ആരെങ്കിലും നിന്നോട് വഴിവിട്ട് സംസാരിക്കുന്ന പക്ഷം അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. അവൻ നിന്നെ വീണ്ടും ശല്യപ്പെടുത്തുകയില്ല. അപ്പോൾ അവൾ പറഞ്ഞു, രക്തപ്രതികാരി അക്രമം ചെയ്യുന്നത് പെരുകാനിടയാക്കി എൻ്റെ മകനെ അവർ നശിപ്പിക്കാതിരിക്കാൻ രാജാവ് ദൈവമായ കർത്താവിനെ അനുസ്മരിക്കട്ടെ. അവൻ പറഞ്ഞു, ജീവിക്കുന്ന കർത്താവാണേ, നിന്റെ മകൻ്റെ തലമുടിയിൽ ഒന്നുപോലും നിലത്ത് വീണു പോവുകയില്ല. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, എൻ്റെ യജമാനനായ രാജാവിനോട് അങ്ങയുടെ പരിചാരിക ഒരു കാര്യം ഉണർത്തിച്ചു കൊള്ളട്ടെയോ? ഉണർത്തിക്കുക, അവൻ പറഞ്ഞു. ആ സ്ത്രീ പറഞ്ഞു, പിന്നെ എന്തുകൊണ്ടാണങ്ങ് ദൈവജനത്തിനെതിരെ ഇതുപോലെ നിരൂപിച്ചിരിക്കുന്നത്? രാജാവ് സ്വന്തം പുറന്തള്ളപ്പെട്ടവനെ തിരികെ കൊണ്ടുവരാത്തതുമൂലം ഇക്കാര്യം പ്രസ്താവിച്ചുകൊണ്ട് രാജാവ് ഒരു കുറ്റവാളിയെപ്പോലെ ആയിരിക്കുന്നു. കോരിയെടുക്കാനാവാത്ത വിധം നിലത്തൊഴിച്ച വെള്ളം പോലെ നമ്മൾ തീർച്ചയായും മരിക്കുമല്ലോ. ദൈവം പ്രാണനെ എടുക്കുന്നില്ല, പക്ഷേ പുറന്തള്ളപ്പെട്ടവനെ തന്നിൽ നിന്ന് പുറന്തള്ളാതിരിക്കാൻ അവിടുന്ന് പദ്ധതികൾ മെനയുന്നു. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് തന്നെ എൻ്റെ ജനം എന്നെ ഭയപ്പെടുത്തിയതുകൊണ്ട് ഇക്കാര്യം എൻ്റെ യജമാനനായ രാജാവിനോട് പറയാനാണ്. അങ്ങയുടെ പരിചാരിക വിചാരിച്ചു, രാജാവിനോട് പറയാം, തൻ്റെ ദാസിയുടെ കാര്യം രാജാവ് ചെയ്തു തരുമായിരിക്കും. എന്തെന്നാൽ എന്നെയും എൻ്റെ പുത്രനെയും ഒരുമിച്ച് ദൈവത്തിൻ്റെ അവകാശത്തിൽ നിന്ന് ഇല്ലായ്മ ചെയ്യുന്ന വ്യക്തിയുടെ പിടിയിൽ നിന്ന് തൻ്റെ ദാസിയെ വിമോചിപ്പിക്കുന്നതിന് രാജാവ് എന്നെ കേൾക്കും. എൻ്റെ യജമാനനായ രാജാവിൻ്റെ വാക്ക് എനിക്ക് സ്വസ്ഥതയായി തീരട്ടെ എന്നാണ് അങ്ങയുടെ പരിചാരിക ചിന്തിച്ചത്. എന്തെന്നാൽ നല്ലതും ചീത്തയും കേൾക്കുന്ന കാര്യത്തിൽ ദൈവദൂതൻ എങ്ങനെയോ അങ്ങനെ തന്നെയാണ് എൻ്റെ യജമാനനായ രാജാവ്. അങ്ങയുടെ ദൈവമായ കർത്താവ് അങ്ങയോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ രാജാവ് ആ സ്ത്രീയോട് മറുപടിയായി പറഞ്ഞു, ഞാൻ നിന്നോട് ചോദിക്കുന്ന കാര്യം നീ എന്നിൽ നിന്ന് മറച്ചു വെക്കരുത്. എൻ്റെ യജമാനനായ രാജാവ് സംസാരിച്ചാലും ആ സ്ത്രീ പറഞ്ഞു. രാജാവ് ചോദിച്ചു, ഇതിലെല്ലാം യോവാബിൻ്റെ കരങ്ങളാണോ നിന്നോടൊപ്പമുള്ളത്? ആ സ്ത്രീ മറുപടിയായി പറഞ്ഞു, എൻ്റെ യജമാനനായ രാജാവേ, അങ്ങയുടെ ജീവനാണേ, എൻ്റെ യജമാനനായ രാജാവ് പ്രസ്താവിക്കുന്ന ഒന്നിൽ നിന്നും വലം തിരിയാനോ ഇടം തിരിയാനോ ഒരുവനാവുകയില്ല.
തീർച്ചയായും അങ്ങയുടെ ദാസൻ യോവാബ് തന്നെയാണ് എന്നോട് കൽപ്പിച്ചത്. അവൻ തന്നെയാണ് ഞാൻ പറയേണ്ടവ എനിക്ക് വിവരിച്ചു തന്നത്. എന്നാൽ കാര്യത്തിനൊരു മാറ്റമുണ്ടാകാനാണ് അങ്ങയുടെ ദാസൻ യോവാബ് ഇക്കാര്യം ചെയ്തത്. ദൈവദൂതൻ്റെ ജ്ഞാനം പോലെ ഭൂമിയിലുള്ള സകലവും അറിയാൻ ജ്ഞാനമുള്ളവനാണ് എൻ്റെ യജമാനൻ. അബ്സലോം ഗഷൂറിൽ നിന്ന് തിരികെ എത്തുന്നു. രാജാവ് യോവാബിനോട് പറഞ്ഞു, ഇതാ ഞാൻ ഇക്കാര്യം ചെയ്തിരിക്കുന്നു. നീ ചെന്ന് അബ്സലോം കുമാരനെ തിരികെ കൊണ്ടുവരിക. യോവാബ് നിലത്തേക്ക് മുഖം താഴ്ത്തി വണങ്ങി. പിന്നെ രാജാവിന് അനുഗ്രഹം നേർന്നുകൊണ്ട് യോവാബ് പറഞ്ഞു, എൻ്റെ യജമാനനായ രാജാവേ, അവിടുത്തെ ദാസൻ്റെ അപേക്ഷ രാജാവ് നിവർത്തിച്ചതുവഴി ഞാൻ അങ്ങയുടെ ദൃഷ്ടികളിൽ ദയ കണ്ടെത്തിയെന്ന് അങ്ങേ ദാസൻ എന്ന് മനസ്സിലാക്കുന്നു. യോവാബ് എഴുന്നേറ്റ് ഗഷൂറിലേക്ക് പോയി അബ്സലോമിനെ ജെറുസലേമിലേക്ക് കൊണ്ടുവന്നു. രാജാവ് പറഞ്ഞു, അവൻ സ്വഭവനത്തിലേക്ക് മടങ്ങട്ടെ, പക്ഷേ അവൻ എൻ്റെ മുഖം കാണുകയില്ല. അങ്ങനെ അബ്സലോം സ്വഭവനത്തിലേക്ക് മടങ്ങി. അവൻ രാജാവിൻ്റെ മുഖം കണ്ടില്ല. അബ്സലോമിനെ പോലെ ഏറെ പ്രകീർത്തിതനായ ഒരു സുന്ദരപുരുഷൻ ഇസ്രായേലിൽ എങ്ങും ഉണ്ടായിരുന്നില്ല. ഉള്ളങ്കാൽ മുതൽ ഉച്ചിവരെ ന്യൂനതയില്ലാത്തവനായിരുന്നു അവൻ. അവൻ തൻ്റെ തല മുണ്ടനം ചെയ്യുമ്പോൾ തൻ്റെ തലമുടി അവൻ തൂക്കി നോക്കും. രാജതൂക്കത്തിന് 200 ഷെക്കൽ. ആണ്ടോടാണ്ട് കൂടുമ്പോഴായിരുന്നു അവൻ തല മുണ്ടനം ചെയ്തിരുന്നത്. തൻ്റെ മേൽ ഭാരമാകുന്നത് കൊണ്ടായിരുന്നു അവൻ മുണ്ടനം ചെയ്തിരുന്നത്. അബ്സലോമിന് 3 പുത്രന്മാരും ഒരു പുത്രിയും ജനിച്ചു. താമാർ എന്നു പേരുള്ള അവൾ കാഴ്ചയ്ക്ക് ലാവണ്യവതിയായിരുന്നു. രാജാവിൻ്റെ മുഖം കാണാതെ 2 സംവത്സരം അബ്സലോം ജെറുസലേമിൽ താമസിച്ചു. രാജാവിൻ്റെ അടുത്തേക്ക് തന്നെ അയക്കേണ്ടതിന് അബ്സലോം യോവാബിൻ്റെ പക്കൽ ആളയച്ചു. എന്നാൽ അവൻ്റെ അടുക്കൽ വരാൻ അയാൾ വിസമ്മതിച്ചു. അവൻ രണ്ടാമതൊന്നുകൂടി ആളയച്ചു. എന്നാൽ വരാൻ അയാൾ മനസ്സായില്ല. അപ്പോൾ അബ്സലോം തൻ്റെ ദാസന്മാരോട് പറഞ്ഞു, നോക്കൂ, യോവാബിൻ്റെ പുരയിടം എൻ്റെ കയ്യകലത്തിലാണ്. അവനവിടെ യവമുണ്ട്. നിങ്ങൾ ചെന്നത് തീവെക്കുവിൻ. അങ്ങനെ അബ്സലോമിൻ്റെ ദാസന്മാർ പുരയിടം തീവച്ചു. യോവാബ് എഴുന്നേറ്റ് അബ്സലോമിൻ്റെ അടുത്തേക്ക് വീട്ടിലേക്ക് ചെന്ന് അവനോട് ചോദിച്ചു, നിന്റെ ദാസന്മാർ എനിക്കുള്ള പുരയിടം തീവച്ചതെന്തിന്? അബ്സലോം യോവാബിനോട് പറഞ്ഞു, ഇതാ ഗഷൂറിൽ നിന്ന് ഞാൻ വന്നതെന്തിന്? ഞാൻ തുടർന്നും അവിടെ ആയിരിക്കുന്നതായിരുന്നു എനിക്ക് ഭേദം എന്ന് പറയാൻ രാജാവിൻ്റെ പക്കൽ നിന്നെ അയക്കുന്നതിന് നീ ഇവിടെ വരിക എന്ന് പറഞ്ഞ് ഞാൻ നിന്റെ പക്കൽ ആളയച്ചു. ആകയാൽ ഞാൻ രാജാവിൻ്റെ മുഖം കാണട്ടെ. എന്നിൽ കുറ്റമുണ്ടെങ്കിൽ അവൻ എന്നെ കൊല്ലട്ടെ. അപ്പോൾ യോവാബ് രാജാവിൻ്റെ പക്കൽ ചെന്ന് അദ്ദേഹത്തെ വിവരമറിയിച്ചു. തുടർന്ന് അബ്സലോമിനെ രാജാവ് വിളിപ്പിച്ചു. അങ്ങനെ അവൻ രാജാവിൻ്റെ പക്കൽ വന്നു. രാജസമക്ഷം അവൻ നിലംപറ്റെ മുഖം ചേർത്ത് അദ്ദേഹത്തെ പ്രണമിച്ചു. രാജാവ് അബ്സലോമിനെ ചുംബിച്ചു. 1 ദിനവൃത്താന്തം അധ്യായം 18. ഇതിനുശേഷം ദാവീദ് ഫിലിസ്ത്യക്കാരെ പ്രഹരിച്ച് കീഴ്പ്പെടുത്തി. അവൻ ഫിലിസ്ത്യക്കാരുടെ കരങ്ങളിൽ നിന്ന് ഗത്തും അതിൻ്റെ ഗ്രാമങ്ങളും പിടിച്ചെടുത്തു. പിന്നീട് അവൻ മൊവാബിനെ പ്രഹരിച്ചു. മൊവാബുകാർ ദാവീദിൻ്റെ ദാസന്മാരായി അവന് കപ്പം കൊടുക്കുന്നവരായി തീർന്നു. സോബാഹമാത്തിൻ്റെ രാജാവായ ഹദദേസർ യൂഫ്രട്ടീസ് നദിയിൽ അധികാരം സ്ഥാപിക്കാൻ പോയപ്പോൾ ദാവീദ് അവനെ ആക്രമിച്ചു. ദാവീദ് അവനിൽ നിന്ന് 1000 രഥങ്ങൾ, 7000 കുതിരക്കാർ, 20,000 കാലാളുകൾ എന്നിവ പിടിച്ചെടുത്തു. അതിൽ നിന്ന് 100 രഥക്കുതിരകളെ അവശേഷിപ്പിച്ചിട്ട് എല്ലാ രഥക്കുതിരകളുടെയും കുതിഞ്ഞരമ്പ് ദാവീദ് മുറിച്ചു കളഞ്ഞു. ദമാസ്കസിലെ ആരാംകാർ സോബാ രാജാവായ ഹദദേസറിൻ്റെ സഹായത്തിനെത്തി. അപ്പോൾ ദാവീദ് ആരാംകാരിൽ 22,000 ആളുകളെ വധിച്ചു. ആരാം ദമാസ്കസിൽ ദാവീദ് കാവൽ പട്ടാളത്തെ നിയോഗിച്ചു. ആരാംകാർ ദാവീദിൻ്റെ ദാസന്മാരായി കപ്പം കൊടുക്കുന്നവരായി തീർന്നു. ദാവീദ് പോയിടത്തെല്ലാം കർത്താവ് അവനെ സംരക്ഷിച്ചു. ഹദദേസറിൻ്റെ ഭടന്മാരുടെ പക്കലുണ്ടായിരുന്ന പൊൻപരിചകളെടുത്ത് ദാവീദ് ജെറുസലേമിലേക്ക് കൊണ്ടുവന്നു. ഹദദേസറിൻ്റെ നഗരങ്ങളായിരുന്ന തിബാത്തിൽ നിന്നും കൂനിൽ നിന്നും ദാവീദ് വളരെയധികം പിച്ചളയും എടുത്തു. അതുകൊണ്ടാണ് സോളമൻ പിച്ചള ജലസംഭരണിയും സ്തംഭങ്ങളും പിച്ചളപാത്രങ്ങളും ഉണ്ടാക്കിയത്. സോബാ രാജാവായ ഹദദേസറിൻ്റെ സൈന്യത്തെ മുഴുവൻ ദാവീദ് പ്രഹരിച്ചെന്ന് ഹമാത്തിലെ രാജാവായ തോവു കേട്ടു. ക്ഷേമാന്വേഷണത്തിനും ഹദദേസറിനെതിരെ യുദ്ധം ചെയ്ത് അവനെ പ്രഹരിച്ചതിൽ അനുമോദിക്കാനുമായി ദാവീദ് രാജാവിൻ്റെ അടുത്തേക്ക് തോവു തൻ്റെ പുത്രൻ ഹദോറാമിനെ സ്വർണം, വെള്ളി, പിച്ചള എന്നിവ കൊണ്ടുള്ള പാത്രങ്ങളുമായി അയച്ചു. കാരണം തോവുവിൻ്റെ യുദ്ധങ്ങളിൽ ഹദദേസർ എതിരാളിയായിരുന്നു. ജനതകളിൽ നിന്ന് ഏദോം, മോവാബ്, അമ്മോന്യർ, ഫിലിസ്ത്യക്കാർ, അമലേക്ക് എന്നിവരിൽ നിന്ന് താൻ പിടിച്ചെടുത്ത പൊന്നിനോടും വെള്ളിയോടും കൂടെ ഇവയും ദാവീദ് രാജാവ് കർത്താവിന് സമർപ്പിച്ചു. സെരൂയായുടെ പുത്രൻ അബിഷായി ഉപ്പുതാഴ്വരയിൽ വെച്ച് 18,000 ഏദോമ്യരെ വധിച്ചു. പിന്നീട് അവൻ ഏദോമിൽ കാവൽ പട്ടാളത്തെ നിയോഗിച്ചു. ഏദോം മുഴുവൻ ദാവീദിൻ്റെ ദാസന്മാരായി. ദാവീദ് പോയിടത്തെല്ലാം കർത്താവ് അവനെ സംരക്ഷിച്ചു.
ഇസ്രായേൽ മുഴുവൻ്റെ മേലും ദാവീദ് ഭരണം നടത്തി. തൻ്റെ ജനത്തിനെല്ലാം അവൻ നീതിയും ന്യായവും നടത്തിക്കൊടുത്തു. സെരൂയായുടെ പുത്രൻ യോവാബ് സേനാധിപനും അഹിലൂദിൻ്റെ പുത്രൻ യഹോഷാഫാത്ത് നടപടിയെഴുത്തുകാരനുമായിരുന്നു. അഹിത്തൂബിൻ്റെ പുത്രൻ സാദോക്കും അബിയാഥറിൻ്റെ പുത്രൻ അബിമലേക്കും പുരോഹിതന്മാരും ഷൗഷ കാര്യവിചാരകനുമായിരുന്നു. യഹോയാദായുടെ പുത്രൻ ബനായ കേറത്യരുടെയും പെലേത്യരുടെയും മേലാളനായിരുന്നു. ദാവീദിൻ്റെ പുത്രന്മാർ രാജാവിൻ്റെ അടുത്ത പ്രധാനികളായിരുന്നു. സങ്കീർത്തനങ്ങൾ 14. ദൈവനിഷേധകന്റെ മൗഢ്യം. ഗായക നേതാവിന് ദാവീദിൻ്റെ കീർത്തനം. ദൈവം ഇല്ല എന്ന് ഭോഷൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. അവർ ദുഷിച്ചിരിക്കുന്നു, മ്ലേച്ഛമായി പ്രവർത്തിക്കുന്നു, നന്മ ചെയ്യുന്ന ആരുമില്ല. ദൈവത്തെ തേടുന്ന ധിഷണാശാലിയുണ്ടോ എന്ന് കാണാൻ കർത്താവ് സ്വർഗത്തിൽ നിന്ന് മനുഷ്യമക്കളെ നിരീക്ഷിക്കുന്നു. എല്ലാവരും വഴിതെറ്റി ഒന്നുപോലെ വഷളായി, നന്മ ചെയ്യുന്ന ആരുമില്ല, ഒരുവൻ പോലുമില്ല. ദുഷ്കർമ്മികളാരും അറിയുന്നില്ലേ? എൻ്റെ ജനത്തെ ഭക്ഷിക്കുന്നവർ അപ്പം തിന്നുന്നു. ഇവർ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നില്ല. അവിടെ അവർ ഭയവിവശരായി. എന്തെന്നാൽ ദൈവം നീതിമാന്റെ തലമുറയോടുകൂടെയാണ്. നിങ്ങൾ പീഡിതന്റെ ആലോചനയെ നാണം കെടുത്തുന്നു. അവൻ്റെ അഭയമായി കർത്താവുണ്ട് തീർച്ച. ഇസ്രായേലിൻ്റെ രക്ഷ സിയോനിൽ നിന്നുണ്ടായെങ്കിൽ, കർത്താവ് തൻ്റെ ജനത്തിൻ്റെ അടിമത്തം നീക്കുമ്പോൾ യാക്കോബ് ആനന്ദിക്കും, ഇസ്രായേൽ സന്തോഷിക്കും. പ്രിയമുള്ളവരെ, 132 ദിവസത്തിലേക്ക് ദൈവത്തിൻ്റെ കരുണ വചനവായനയെ എത്തിക്കുമ്പോൾ നിങ്ങൾ നിഷ്ഠയോടെ, ചിട്ടയോടെ, അച്ചടക്കത്തോടെ വചനവായനയിൽ പങ്കെടുക്കുന്നതിന് ഞാൻ ദൈവനാമത്തിൽ നിങ്ങളെ അഭിനന്ദിക്കാനും എൻ്റെ സന്തോഷം പ്രകടിപ്പിക്കാനും ആഗ്രഹിക്കുന്നു. ഇന്ന് നമ്മൾ വായിച്ച വചനത്തിലൂടെ നമ്മൾ കണ്ടത് യോവാബ് എന്ന ദാവീദിൻ്റെ കസിൻ, ദാവീദിൻ്റെ സൈന്യാധിപൻ, അദ്ദേഹത്തിൻ്റെ ജ്ഞാനവും ദാവീദിനോടുള്ള സ്നേഹവും വിധേയത്വവുമാണ്. യോവാബിൻ്റെ ഈ വിധേയത്വം നല്ല കാര്യങ്ങളിലും തിന്മയുടെ കാര്യങ്ങളിലും ദാവീദിന് കൂട്ടുനിന്നിരുന്നു എന്നുള്ളത് സ്വീകരിക്കാനാവാത്തൊരു കാര്യമാണെങ്കിലും, ദാവീദിനോട് ഈ മനുഷ്യൻ പുലർത്തിയ വിശ്വസ്തതയും ദാവീദിൻ്റെ ഓരോ സൂക്ഷ്മമായ കാര്യങ്ങളിലും അദ്ദേഹം പുലർത്തിയ ശ്രദ്ധയും എടുത്തു പറയേണ്ടതാണ്. അദ്ദേഹം ഒരു തെക്കോവക്കാരി സ്ത്രീയെ ഹയർ ചെയ്ത് അവരെ വാടകയ്ക്കെടുത്ത് ദാവീദിൻ്റെ അടുത്തേക്ക് അയക്കുകയാണ്. അയക്കുന്നതിൻ്റെ ഉദ്ദേശം അബ്സാലോമിനെ ഇങ്ങനെ ഗഷൂറിലെ രാജാവിൻ്റെ അടുത്ത് ഒരു പ്രവാസിയെപ്പോലെ കഴിയാൻ ഇടവരുത്തുന്നത് രാജനീതിക്ക് ഉചിതമല്ല എന്ന് ഓർമ്മിപ്പിക്കാനാണ്. അത് ദാവീദിൻ്റെ പേരും പെരുമയും നഷ്ടപ്പെടാനും അബ്സാലോമിൻ്റെ പക്കലേക്ക് ജനത്തിൻ്റെ ഹൃദയം ചായാനും ഇടയാവാൻ സാധ്യതയുണ്ടെന്ന് യോവാബിന് അദ്ദേഹത്തിൻ്റെ ജ്ഞാനദൃഷ്ടിയിൽ മനസ്സിലായതുകൊണ്ടാണ്. ഏതായാലും ഈ സ്ത്രീ വന്ന് ദാവീദിനെ വളരെ ഉപായത്തിലൂടെ കാര്യത്തിൻ്റെ ഗൗരവം ധരിപ്പിക്കുകയും ഈ ഹ്രസ്വമായ ജീവിതത്തിൽ മരണം ഏത് സമയത്തും ആരെയും തേടി വരാമെന്നും, മരിക്കുന്നതിന് മുമ്പ് നിലത്ത് വീണ് ചെതറിപ്പോകുന്ന വെള്ളം പോലെ പാഴായി പോകുന്ന ഈ ജീവിതത്തിൽ മരിക്കുന്നതിന് മുമ്പ് ഉചിതമായും നീതിയോടെയും പ്രവർത്തിക്കണമെന്നും അവൾ വളരെ തന്ത്രപൂർവം ഉപായത്തിലൂടെ ദാവീദിനെ ധരിപ്പിക്കുകയും ദാവീദ് അബ്സാലോമിനെ തിരികെ വിളിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നു. അദ്ദേഹം ഏകദേശം 2 വർഷത്തോളം അബ്സാലോം ദാവീദിൽ നിന്ന് ദൂരെയായിരുന്നു. അത് കഴിഞ്ഞ് അബ്സാലോം മടങ്ങിയെത്തുകയും അദ്ദേഹം കൊട്ടാര പരിസരങ്ങളിൽ തന്നെ താമസിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും ദാവീദ് അദ്ദേഹത്തിനെ കാണാൻ കൂട്ടാക്കിയിരുന്നില്ല. എന്നാൽ 7 വർഷം കഴിയുമ്പോൾ, ഈ സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് 7 വർഷം കഴിയുമ്പോൾ, അതായത് കുറെ കൂടി വ്യക്തമായി പറഞ്ഞാൽ താമാറിനെ അമ്നോൻ ഉപദ്രവിച്ചതിനെ തുടർന്ന് 2 വർഷം കഴിയുമ്പോഴാണ് അബ്സലോം അമ്നോനെ കൊല്ലുന്നത്. അത് കഴിഞ്ഞ് അദ്ദേഹം ഏകദേശം 3 വർഷത്തോളം ഗഷൂറിലെ രാജാവിൻ്റെ അടുത്ത് പോയി താമസിച്ചു. പിന്നീട് തിരിച്ചു വന്നു കഴിഞ്ഞും പിന്നെയും 2 വർഷം കഴിഞ്ഞാണ് അദ്ദേഹത്തിന് ദാവീദിൻ്റെ മുഖം കാണാൻ കഴിയുന്നത്. ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, കുറേ വർഷങ്ങൾ കഴിഞ്ഞാണ് ദാവീദിലേക്ക് അബ്സലോമിനെ മടങ്ങിയെത്തി ദാവീദിൻ്റെ മകനെന്ന നിലയിലെ ആ പഴയ ബന്ധത്തിലേക്ക് പുനഃപ്രവേശിക്കാൻ കഴിയുന്നത്. ആത്മീയ ജീവിതത്തിലെ ഒരു വിലപ്പെട്ട പാഠം നിങ്ങളോട് പങ്കുവെക്കാനാണ് ഞാൻ ഈ അബ്സലോമിൻ്റെ ജീവിതം ഒരു ഉപമയായി എടുക്കാൻ ആഗ്രഹിക്കുന്നത്. ദൈവം നമുക്ക് ജീവിതത്തിൽ വരുന്ന തെറ്റുകൾ നമ്മളോട് ക്ഷമിക്കും. ഫൊർഗിവ്നെസ് നമുക്ക് ദൈവം തരും. എന്നാൽ തെറ്റുകൾ ക്ഷമിച്ചാലും ദൈവവുമായുള്ള ആ പഴയ ബന്ധത്തിൻ്റെ ഊഷ്മളതയിലേക്ക് മടങ്ങി വരാൻ പിന്നെയും കുറച്ച് സമയമെടുക്കും. 2 വാക്കുകൾ കൊണ്ട് ഞാൻ ഈ ആശയത്തെ വിശദീകരിക്കാം. ഒന്നാമത്തേത് ഫൊർഗിവ്നെസ്, രണ്ടാമത്തേത് റിസ്റ്റോറേഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിയൻ. മാപ്പ് നമ്മൾ അനുദപിക്കുന്ന നിമിഷം തന്നെ നമുക്ക് ലഭിക്കും. എന്നാൽ കൂട്ടായ്മയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് പിന്നെയും പ്രായശ്ചിത്തത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ദാനധർമ്മത്തിൻ്റെയും പരിഹാരത്തിൻ്റെയും
കുറച്ച് നാളുകൾ കൂടി വേണ്ടി വരും. അത് നമ്മുടെ കയ്യോ കാലോ ഒടിഞ്ഞ് ഒരു ഫ്രാക്ചർ വന്ന് അത് സുഖപ്പെടാൻ വേണ്ട മരുന്നുകളെല്ലാം നമ്മൾ വെച്ച് കെട്ടി അല്ലെങ്കിൽ പ്ലാസ്റ്റർ ചെയ്ത് വിശ്രമിച്ച് പ്ലാസ്റ്റർ എടുത്തതിന് ശേഷവും ഈ കാല് പഴയ അവസ്ഥയിലാവാൻ അല്ലെ കൈ പഴയ അവസ്ഥയിലാവാൻ കുറേ സമയം എടുക്കുന്നത് പോലെ മാരക പാപങ്ങളിലൂടെ ദൈവവുമായുള്ള ബന്ധം മുറിഞ്ഞു കഴിയുമ്പോൾ കുമ്പസാരത്തിലൂടെ അനുതാപത്തിലൂടെ മാപ്പ് സ്വീകരിച്ചാലും ആ പഴയ സ്നേഹത്തിൻ്റെ ഊഷ്മളതയിലേക്ക് മടങ്ങി വരാൻ പിന്നെയും കുറേ സമയം കൂടി എടുക്കും. ഞാനിത് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് ഞാനും നിങ്ങളും പാപത്തിൻ്റെ ഭയാനകമായൊരു ഗൗരവത്തെ തിരിച്ചറിയേണ്ടതിനാണ്. നമുക്കൊരിക്കൽ ദൈവവുമായുള്ള ബന്ധം മുറിഞ്ഞാൽ പിന്നീട് മാപ്പ് ലഭിച്ചാലും നമുക്ക് കടങ്ങൾ തീർന്ന് പഴയ ബന്ധത്തിലേക്ക് പുനഃപ്രവേശിക്കാൻ കുറേ സമയം കൂടി എടുക്കും എന്ന ചിന്ത ബന്ധം മുറിയാതിരിക്കാനുള്ള ഒരു നിതാന്ത ജാഗ്രത പുലർത്താൻ നമ്മെ പ്രേരിപ്പിച്ചേക്കും. നല്ലൊരു ദിവസം നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ കാരുണ്യത്തിന് ഞാൻ നന്ദി പറയുന്നു. അങ്ങ് എത്രമാത്രം അനന്തമായ ഒരു പരിപാലനയിലാണ് ഞങ്ങളെ നയിക്കുന്നതെന്ന് ഞങ്ങൾ തിരിച്ചറിയുകയാണ് കർത്താവേ. ഒന്നിനും ഞങ്ങൾക്ക് യോഗ്യതയില്ല. അവിടുത്തെ വചനം കേൾക്കാനോ അവിടുത്തെ വചനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനോ ഒന്നുമുള്ള യോഗ്യത ഞങ്ങൾക്കില്ലെങ്കിലും കർത്താവേ, അങ്ങ് വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിക്കുന്നു. മതബോധന ഗ്രന്ഥത്തിലൂടെ അങ്ങ് പഠിപ്പിച്ചു തന്നതുപോലെ പിതാവായ ദൈവം ദൈവവചനത്തിലൂടെ തൻ്റെ മക്കളോട് നേരിട്ട് സംസാരിക്കുകയാണ് എന്ന് ഞങ്ങൾ അറിയുന്നു. ബൈബിളിലെ ഓരോ താളുകളിലൂടെയും ഞങ്ങൾ കടന്നു പോകുമ്പോൾ ഞങ്ങൾ കണ്ടെത്തുന്നത് ബൈബിളിലെ കഥാപാത്രങ്ങളുടെ ജീവിതമല്ല, ഞങ്ങളുടെ ജീവിതമാണ്. അങ്ങൊരുക്കിയ രക്ഷയുടെ മഹാസംഭവത്തിൽ ഞങ്ങൾ എവിടെയാണെന്ന് തിരിച്ചറിയാനാണ് ഈ യാത്ര ഞങ്ങളെ സഹായിക്കുന്നത്. കർത്താവേ, മാരക പാപങ്ങളിലൂടെ ഒരിക്കലും അങ്ങയോടുള്ള ബന്ധം മുറിഞ്ഞു പോകാതിരിക്കാൻ, എവിടെയെങ്കിലും വെച്ച് അങ്ങയോടുള്ള ബന്ധം മുറിഞ്ഞു പോയാൽ കർത്താവേ, അത് പശ്ചാത്താപത്തിലൂടെ അങ്ങയുടെ കാരുണ്യം സ്വീകരിക്കുന്ന പരിഹാരങ്ങളിലൂടെ അനുതാപത്തിലൂടെ കൂദാശകളിലൂടെ വീണ്ടെടുത്ത് ആത്മീയ ആരോഗ്യം പൂർണ്ണമായും വീണ്ടെടുക്കാനും ഞങ്ങളെ സഹായിക്കണമേ എന്നും കർത്താവെ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മകനെയും ഈ മകളെയും ഇവരുടെ കുടുംബത്തെയും കർത്താവ് ഈ സ്വരം ഇപ്പോൾ മുഴങ്ങിക്കേൾക്കുന്ന ഇവരുടെ പരിസരങ്ങളെയും കർത്താവിൻ്റെ ആത്മാവ് ഏറ്റെടുക്കുകയും സ്പർശിക്കുകയും ചെയ്യണമേ. അന്ധകാരത്തിൻ്റെ ഏതെങ്കിലും സ്വാധീനങ്ങൾ ഇവരുടെ പരിസരങ്ങളിലുണ്ടെങ്കിൽ കർത്താവ് ഇന്ന് ഈ പ്രാർത്ഥന അങ്ങയോട് ഞാൻ ഉച്ചരിക്കുമ്പോൾ ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മക്കളുടെ പരിസരങ്ങളിൽ നിന്ന് എല്ലാ തിന്മകളെയും അന്ധകാരങ്ങളെയും അങ്ങ് നീക്കിക്കളയണമേ. വിശുദ്ധ പൗലോസിൻ്റെ പ്രത്യേക മധ്യസ്ഥതയിൽ ഞാൻ ഇന്ന് ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ഹൃദയത്തെ ജ്വലിപ്പിച്ച് ആത്മാവിനെ ബലപ്പെടുത്തി മനസ്സിനെ നവീകരിച്ച് ശരീരത്തിൻ്റെ മേൽ പുത്തൻ അഭിഷേകം പകർന്ന് ഈ മക്കളെ അങ്ങ് സഹായിക്കണമേ എന്ന് കർത്താവെ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്ലാറ്റ്ഫോം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വചനവായനാ പദ്ധതിയെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് പരിചയപ്പെടുത്താനും. ഞാൻ വളരെ സന്തോഷത്തോടെയാണ് നിങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷ നിർവഹിക്കുന്നത്. പലയിടങ്ങളിലായി പല സ്ഥലങ്ങളിൽ പല യാത്രക്കിടയിലാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വചനം വായിക്കുന്നതും വിശദീകരിക്കുന്നതും. നിങ്ങളെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളെ എൻ്റെ പ്രാർത്ഥനകളിൽ ഞാൻ ഓർക്കുന്നു എന്ന് പറയുന്നത് വെറും വാക്കല്ല. സത്യത്തിൽ എൻ്റെ ജീവിതത്തിലെ ഈ ദിവസങ്ങളിലെ ഈ വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളെ ഓർക്കുക, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നിങ്ങളോടൊപ്പം ഈ വചനം വായിച്ച് ധ്യാനിച്ച് പങ്കുവെക്കുക എന്നുള്ളതാണ്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നാളെ വീണ്ടും ഈ വചനസ്വരവുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ ഞാൻ ഡാനിയേലച്ചൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുവരെ സ്നേഹിക്കാം, പ്രാർത്ഥിക്കാം, ഈശോയെ പങ്കുവെക്കാം. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.